എന്റെ അമ്മേ. मातापी गणपति भजे भजे हम, 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 हई मातापी गणपति भजे भजे हम, मातापी गणपति भजे भजे हम, भजे भजे हम, भजे भजे हम, भजे भजे हम. ചില്ലറ ഉണ്ടാവോ? ചില്ലറ നിങ്ങളുടെ ചില്ലറക്കൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കാള എന്തിനാ വാല് പൊക്കുന്നത്? വാലുള്ളതുകൊണ്ട്. പിന്നെ എന്റെ കളി മനസ്സിലായി എന്ന് പറഞ്ഞല്ലോ, കണക്കായി പോയി. അല്ലെങ്കിൽ തനിക്ക് ഈ ആമ്പിള്ളാരെ വളയ്ക്കാൻ നട്ടം എടുക്കാന്ന് പട്ട എനിക്കറിയാം. അതെ, നിങ്ങൾക്ക് പെമ്പിള്ളേരെ പിറകെ നടക്കാമെങ്കിലേ എനിക്കും ആമ്പിള്ളേരെ പിറകെ നടക്കാം. നിങ്ങൾക്ക് ക്ലാസിക്കൽ കേൾക്കാമെങ്കിൽ എനിക്ക് ഇംഗ്ലീഷ് കേൾക്കാം. എന്നാ ഈ വീട്ടിൽ ആരുടെ ഇഷ്ടം നടക്കാൻ എനിക്കറിയണം. ഇവിടെ ഞാൻ പറയുന്നത് പാടണം. ആ കാര്യം ഞാൻ ഏറ്റു. പക്ഷേ നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ സ്വാമിക്ക് എഴുതി കൊടുത്ത 2000 രൂപയുടെ വിൽപ്പത്രം ഉണ്ടല്ലോ, അത് അങ്ങേരറിയാതെ എനിക്കങ്ങ് എടുത്തു തരണം. അത് ഞാൻ ഏറ്റു. അപ്പോഴേ കക്ഷിയെ ഞാൻ കണ്ടിട്ടില്ലല്ലോ, ഒന്ന് കാണാൻ പറ്റുമോ? ഇപ്പം ചെല്ലപ്പയർ ലോഡ്ജിൽ കാണും. അല്ല, സംഗതി പുറത്തറിഞ്ഞാ മോശമാണേ. എന്റേതേ ഇത് പോവും. അതുകൊണ്ട് ആളെ ഞാനൊന്ന് കാണട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. ലോഡ്ജിൽ ചെന്ന് ശ്യാം എന്ന് ചോദിച്ചാൽ മതിയല്ലോ. അയ്യോ, ശരിക്കുള്ള പേര് പറയില്ല. ഞാൻ അല്പം ഭ്രാന്ത് അഭിനയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് വെച്ച് കണ്ടുപിടിക്കാം. അത് ഞാൻ കണ്ടുപിടിച്ചോളാം. അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ ഞാൻ അവിടെ പോകുന്നു, ആളെ കാണുന്നു, സംസാരിച്ച കാര്യങ്ങളെല്ലാം അത് ചെയ്യുന്നു. പിന്നീട് നമ്മൾ ഒരുമിച്ച് ലോഡ്ജിൽ ചെല്ലുന്നു. നിങ്ങൾ അയാളുടെ ചേച്ചിയാണ്, അയാൾ ഭ്രാന്താശുപത്രിയിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടിയാണെന്നും പറഞ്ഞ് വണ്ടി കയറ്റുന്നു. ഞങ്ങൾ പോകുന്നു. അങ്ങനെ പോകാൻ പറ്റൂല. നിങ്ങൾ വിൽപ്പത്രം എന്റെ കയ്യിൽ തരുന്നു, ഞാൻ വണ്ടി പോട്ട് എന്ന് പറയുന്നു, വണ്ടി പോകുന്നു. വരട്ടെ? പോട്ടെ. ശരി. അയ്യരെ, ഇവിടെ കണ്ടാലേ തലയ്ക്ക് ലൂസാണെന്ന് തോന്നുന്ന പാർട്ടി വല്ലേരും ഇവിടെ താമസമുണ്ടോ? അയ്യരെ വെറുതെ പോക്കരുതാൻ പറയരുത്. വേറെ വേലയും കൂലി ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ കാപ്പിയും ചായം കൊടുക്കാൻ നിൽക്കുന്നതേ ഉള്ളൂ. ഇവിടെ വരുന്നവരെ മണിയടിച്ചാണ് ഞാൻ ജീവിക്കുന്നതെന്ന് ഒരു അപഖ്യാതി ഇവിടെ ഉണ്ട്. അത് ശരി. എന്ന് വെച്ച് വരുന്നവർക്കെല്ലാം ഈ നാരായണന് വേണം. എല്ലാരും വല്ലതും തന്നിട്ടേ പോയിട്ടുള്ളൂ. തല്ലായിരിക്കും. ചിലപ്പോ അതും കിട്ടും, ചിലപ്പോ കാശും കിട്ടും. എന്നാൽ എന്നെ പറ്റി അനാവശ്യം പറയുന്നത് നല്ലതല്ല. അല്ല, വേറെ വട്ടന്മാരാരെങ്കിലും ഇവിടെ താമസമുണ്ടോ? അത് അയ്യരേക്കാൾ നന്നായിട്ട് അറിയാം. ഈ പ്രാന്താശുപത്രിയിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു പാർട്ടി ഇവിടെ താമസമുണ്ടോന്നൊരു സംശയം. അങ്ങനെ പറ, ആളെ പിടികിട്ടി ഇവിടെ ഉണ്ട്. എന്താ പേര്? കള്ളപ്പേരാ. എന്ത്? ചെറിയ നായർ പോലും. ചെറിയ നായരോ? അപ്പൊ പാർട്ടി അത് തന്നെ. സംശയം വേണ്ട സാറേ. ആദ്യം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി അയാൾക്ക് വട്ടാണെന്ന്. ആ കള്ള നോട്ടവും വിഡ്ഢി ആ മോന്തയും. ആരെങ്കിലും അടുത്ത് ചെന്നാൽ ഉടനെ എന്നെ കൊല്ലുന്നേ എന്നുള്ളൊരു നിലവിളി. 101% സാറ് പറയുന്ന പാർട്ടി ഇത് തന്നെ. ഒന്ന് കാണണല്ലോ. മുറി ഏതാണ്? ഞാൻ കാണിച്ചുതരാം. അയ്യോ, പോലീസല്ലേ അല്ലേ? എന്റെ പൊന്ന് പോലീസേ, ഞാനിവിടെ കുടുങ്ങി പോയി. എന്റെ പൊന്ന് പോയാൽ എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം. പേടിക്കണ്ട, തന്റെ കാര്യം ഞാൻ ഏറ്റു. തന്നെ കൊണ്ടുപോകാൻ ആള് വരുന്നുണ്ട്. അങ്ങനെയല്ലേ കൊണ്ടുപോകണ്ട, ഞാൻ പോയിക്കോളാം. അത് പറഞ്ഞ എന്ത് ചെയ്യും? അങ്ങനെ ഒറ്റക്കൊന്നും പോകണ്ട. തനിക്ക് വട്ടാണെന്ന് ഞങ്ങൾക്കൊക്കെ മനസ്സിലായി. പട്ട് നിന്റെ തന്തയ്ക്കാണ്. പോടാ അവിടുന്ന്, ഇവന്റെ തന്തയ്ക്ക് പോടാ. സാറേ, പൊന്നേമാനെ, ഇതൊരു ഗൂഢാലോചനയാണ്. ഞാൻ പറയാം. എന്താ ശരി, ഇവര് ഞാൻ പറയാം. എന്താ ശരി, എനിക്ക് വട്ടാന്ന് പറഞ്ഞിട്ടേ എന്നെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടുപോയിട്ട് കൊല്ലാനുള്ള പരിപാടി ഇടുകയാണ് നമ്മുടെ ഈരാളി പാർട്ടി. സാറേ, ഇയാളെ ആദ്യം കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ. വന്നപ്പം തൊട്ട് എന്നെ കൊല്ലുന്നേ ചാവുന്നേന്നും പറഞ്ഞ് അലമുറയിടുക. ഇവനെ വട്ട് തന്നെയാ. ഇതുങ്ങളെല്ലാരും കൂടി ചേർന്നിട്ടുള്ള കൂടാലോചനയാണ്. ഞാനൊന്ന് പുറത്തു പോയി ഞങ്ങൾ സംസാരിച്ചോട്ടെ. സൂക്ഷിക്കണം. സൂക്ഷിക്കും.
അപ്പൊ അങ്ങോട്ട് മാറി. വാലടയ്ക്കാൻ വാലടയ്ക്കണം. വാതില് തുറക്കുന്നു, വാതില് തുറക്കേ. വാ പറയാം. എന്തിന്? വാ പറയാന്ന് പറഞ്ഞു. ഒരു സ്വകാര്യം പറയണ്ട. വാ. എന്താ എന്റെ പൊന്നേമാനെ, എന്നെ വിട്ടേക്ക്, ഞാൻ പോയിക്കോളാം. ഞാനാണ് ശക്തി. മറ്റേ പാർട്ടി പറഞ്ഞു വെച്ചിട്ടാ ഇവിടെ വന്നേ. പാർട്ടി കാലത്ത് കൃത്യം 10 മണിക്ക് ഇവിടെ കാറുമായിട്ട് എത്തും. മറ്റേ പാർട്ടിയോ? അയ്യോ എന്റെ പൊന്നേമാനെ, അവള് പറഞ്ഞിട്ടാണ് ഞാനിവിടെ വന്നത്. എനിക്കറിയാമല്ലേ, അവൾ എന്നോടും പറഞ്ഞിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് ചെയ്ത പ്ലാനല്ലേ ഇത്. അപ്പൊ രണ്ടുപേരും കൂടി ചേർന്നിട്ട് എന്നെ കൊല്ലാൻ പോവാ. അയ്യോ, ഈ നാളിയെ പോലീസിന് പോലും പേടിയാന്ന് എനിക്കിപ്പോ മനസ്സിലായി. എന്റെ അമ്മ! അങ്ങനെ വിളി. എല്ലാവരും കേൾക്കട്ടെ, എന്നാലേ ഇവിടെ ഉള്ളവർക്ക് മുഴുവൻ വട്ടാണെന്ന് മനസ്സിലാവുള്ളൂ. എനിക്ക് വട്ടില്ല. അങ്ങനെ 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 ഉറക്കെ. എനിക്ക് വട്ടില്ല. അയ്യോ! വെരി ഗുഡ് വെരി ഗുഡ്. എനിക്ക് വട്ടില്ല. പിന്നെ ഞങ്ങൾ നാളെ വരും, വന്നിട്ട് കൊണ്ടുപോവാ. എന്നെ ആർക്കും ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റൂല. അതിന് മുമ്പ് ഞാൻ ഇവിടുന്ന് പോവുക. ഇങ്ങോട്ടേക്ക്. ഞാൻ ഇതുവരെ ഇത്രയും വിചാരിച്ചില്ല, ഇത്ര നന്നായിട്ട് ചെയ്യുമെന്ന്. പുറത്തേക്ക് പുറത്തേക്ക് എവിടെയും പോവാ. ശരീരമല്ല നടന്നു. അതെ സാരം ഇങ്ങോട്ട് പോര്. അയ്യോ. കുഴപ്പമൊന്നുമില്ല, സാധനം പതിവല്ലേ. അയ്യോ. അതൊക്കെ ഭേദാകാവുന്നതിലുള്ള ചികിത്സ ചെയ്ത് മതി മതി മതി. അത് സാധാരണ പതിവല്ലേ. സൂക്ഷിച്ചോളാം. നാളെ കാലത്ത് ഇവനെ കൊണ്ടുപോകാനായിട്ട് ഇവന്റെ ചേച്ചി ഇവിടെ വരും. അതുവരെയുള്ള എല്ലാ ചെലവും നിങ്ങൾ എടുത്തോളണം. ഇവനെങ്ങാൻ പുറത്തു പോയാൽ ഇട്ടിച്ച് ഞാൻ നാളെ ആള് വരുന്നതുവരെ ഇവന്റെ കാര്യം ഞാൻ ഏറ്റു. എനിക്കറിയാം നിങ്ങൾ ഒന്ന് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണെന്ന്. തന്റെ തലയ്ക്കകത്തെന്താ ചെളിയാണോ? ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു എനിക്കങ്ങൊരു മകനില്ല, എനിക്കങ്ങൊരു മകനില്ല എന്ന്. അപ്പൊ പിന്നെ അവനാരാ? അത് ഞാനെങ്ങനെ അറിയാ? ഈ കളി കൊന്നു പൊളിയോട് വേണ്ട. അപ്പൊ ഞാൻ പറഞ്ഞത് തനിക്ക് വിശ്വാസമായിട്ടില്ല? ഇല്ല, തീരെ ഇല്ല. ഇല്ല. എന്നാ കേക്ക, ഗോവിന്ദപിള്ള പറഞ്ഞത് എന്റെ മോൻ തന്നെയാണ്. അവൻ നിങ്ങളുടെ മകളെ കെട്ടാമെന്ന് പറഞ്ഞതും സത്യമാണ്. എന്നാൽ എനിക്ക് ഈ കല്യാണത്തിൽ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അവനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അത് എവിടെയാണെന്ന് പറയാൻ സൗകര്യമില്ല. താൻ എന്താ ചെയ്യാൻ ഭാവിച്ചാൽ കൂടി ചെയ്യാ? കട്ടായമാണോ? ആ, കട്ടായം. എന്നാൽ ഗോവിന്ദപിള്ളയുടെ തനിനിറം ഇനി നിങ്ങൾ കാണും. നിങ്ങളുടെ മകൻ എവിടെയുണ്ടെങ്കിലും ഞാൻ കണ്ടുപിടിക്കും. നിങ്ങളെയും നിങ്ങളുടെ മകനെയും ഈ നാട് മുഴുവൻ നാറ്റിക്കും. ഏതായാലും ഇനി ഈ കല്യാണം നടക്കാൻ പോകുന്നില്ല. അയ്യോ, അങ്ങനെ പറയരുത്. എങ്ങനെയെങ്കിലും ഒന്ന് നടത്തി തരണം. വാടാ. സ്വാമി, ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറയല്ലേ? നീ ഇവിടെ ഇരിക്കും. ഈ ലോഡ്ജിൽ ഏതോ മുറിയിൽ ഹരിയുണ്ട്. ഞാൻ നോക്കിട്ട് വരാം. ഈ കേസുള്ളവൻ എവിടെ പോയി കിടക്കുന്നു? എന്റെ കൈ കിട്ടിയാൽ അവൻ പോക്ക. എന്താ? ആ ഇടിയൻ ഇവിടെ നിൽക്കുന്നു. ഭാഗ്യം എന്നെ കണ്ടില്ല. നിന്നെ അയാൾക്കറിയില്ല. നീ പോയെന്ന് അന്വേഷിച്ചു വാ. പേര് കള്ളപ്പേരായിരിക്കും. ഓ, അതൊക്കെ ഞാൻ കണ്ടുപിടിച്ചോളാം. പട്ടുമൂത്തന്നാ തോന്നുന്നേ. മട്ടുമൂത്തന്നാ തോന്നുന്നേ. അയ്യോ അയ്യോ അയ്യോ, അനെ കൊല്ലതേ. അയ്യോ, അപ്പൊ സ്വപ്നായിരുന്നു. അപ്പൊ അവരെന്നെ കൊന്നില്ലേ? അയ്യോ, അയ്യോ കൊല്ലതേ. അയ്യോ കൊല്ലതേ. അയ്യോ. രേവതി, കുറെ നാളായി പറയണമെന്ന് കരുതി മനസ്സിലൊരു മോഹം ഒളിപ്പിച്ചു വെച്ച് ഞാൻ നടക്കുകയാണ്. എന്താ? വളച്ചുകെട്ടി പറയാൻ തുടങ്ങിയാൽ പറയാനുള്ളത് പറയാൻ കഴിയാതെ വരും. ഒന്നു മാത്രം ഞാൻ പറയാം. ആദ്യം കണ്ടപ്പോഴേ
രേവതി എനിക്ക് ഇഷ്ടമായി. എനിക്ക് ഒട്ടും ഇഷ്ടായില്ല. രേവതി വിചാരിക്കുന്ന പോലെ ഞാൻ ഒരു പാട്ടുകാരനല്ല. എല്ലാ ജീവിത സൗകര്യങ്ങളുമുള്ള ഒരു വലിയ വീട്ടിലെ കാരണവരുടെ ഏക മകനാണ് ഞാൻ. പക്ഷെ അവിടുത്തെ അന്തരീക്ഷം എന്നെ വീർപ്പ് മുട്ടിച്ചപ്പോൾ ഒരു ആശ്വാസവാക്ക് പറയാൻ, ഒന്ന് ആശ്വസിപ്പിക്കാൻ ഒരു അമ്മ പോലും ഇല്ലാത്ത ഞാൻ വീട് വിട്ടോടിയതാണ്. എന്നോടെന്തിനാ ഇതൊക്കെ പറയുന്നത്? രേവതി എനിക്കൊരു ആശ്വാസമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ മാത്രമല്ല, എന്നും. മനസ്സിലായില്ല. ഇത്രയും നാൾ നമ്മൾ അഭിനയിച്ചില്ലേ, ഇനിയെങ്കിലും ഈ അഭിനയം നിർത്തി. മനസ്സിലായി. ഞാൻ നിങ്ങളെ വിവാഹം ചെയ്യണം. സോറി. നീ എന്താണ് ഈ പറയുന്നത്? ഹരിക്ക് ഭ്രാന്ത് പിടിച്ചെന്നോ? ഒരിക്കലും മുറിക്ക് പുറത്തിറങ്ങാറില്ല. കള്ളപ്പേരില്ലാ താമസം. അങ്ങനെ ഒരാളെ ഇവിടെ ഉള്ളൂ. അത് ഹരി തന്നെയാണോ? സ്നേഹിച്ച പെണ്ണ് വഞ്ചിച്ചു എന്നും മറ്റും വിളിച്ചു പറയാറുണ്ട്. അത് നിന്നെ തെറ്റിദ്ധരിച്ചാവും. അയ്യോ കൊല്ലുന്നതിന് ഇടയ്ക്ക് നിലവിളിക്കാറുമുണ്ട്. അത് നിന്റെ അച്ഛന് ഭയന്നാവും. എന്ത് കുന്തമായാലും അയാളെ ഇപ്പോൾ മുറിക്കുള്ളിൽ പൂട്ടിയിട്ടിരിക്കുക. നാളെ അയാളെ ഭ്രാന്താശുപത്രിയിൽ കൊണ്ടുപോകുമെന്നാ കേട്ടത്. ദൈവമേ, നീ ഇങ്ങനെ കൊച്ചു കുട്ടികളെ പോലെ ആയാലോ? ഞാൻ കാരണമല്ലേ ആ പാവത്തിന് ഇതെല്ലാം സംഭവിച്ചത്? നീ വരുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല. കരയണ്ട, നടന്നതെല്ലാം ചിലതെല്ലാം പറയാൻ കൂടാ ഞാൻ വന്നത്. ഹരിക്ക് സുഖമില്ല, മുറിയിലേക്ക് പോകൂ. എനിക്കൊരു അസുഖമില്ല. മനസ്സിന് സംഘർഷം കൂടുമ്പോ ഭ്രാന്ത് പിടിച്ചതുപോലെ. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ രാമുണ്ണിമേനോന്റെ മകനല്ല. ദൈവമേ, സ്വന്തം അച്ഛനെ പോലും മറന്നുപോയോ? ഞാൻ പറഞ്ഞില്ലേ, തലയ്ക്ക് സുഖമില്ലാന്ന് കേട്ടത് ശരിയാ. ഞാനൊരു അനാഥനാണ്. സ്വന്തമെന്ന് പറയാൻ എനിക്ക് ആരുമില്ല. സത്യം പറയാൻ വൈകിയെങ്കിലും. പ്ലീസ് ഹരി, ഹരി മുറിയിലേക്ക് പോകൂ. ഹരിക്ക് ഭ്രാന്താണെന്ന് പറയുന്നു. ഹരിയെ കൊണ്ടുപോകാൻ ഇപ്പോൾ വീട്ടുകാർ വരും. ഭ്രാന്തോ? എനിക്കോ? എനിക്ക് ഭ്രാന്തൊന്നുമില്ല. ഭ്രാന്തുള്ളവരെല്ലാം ഇങ്ങനാ പറയുന്നേ. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ അടിച്ച് പല്ല് ഞാൻ തെറിപ്പിക്കും. പെണ്ണാണെന്നൊന്നും ഞാൻ കരുതുകയല്ല. ഏതായി ഞാവാലി? കണ്ടോ പിച്ചുമ്പേയും പറയുന്നത്? കൂടുതൽ ബഹളം വയ്ക്കും മുമ്പ് ഞാൻ ആരെങ്കിലും വിളിച്ചുകൊണ്ട് വരാം. നിൽക്കാനവിടെ അയ്യോ, ഞാനിതിനകത്തുണ്ടെന്ന് അറിഞ്ഞാൽ കുഴപ്പമാകും. അയ്യോ, അയ്യോ, എന്തായാലും ഓടി വരണേ. അയ്യോ, നിങ്ങൾക്കെന്താ ഭ്രാന്താണോ? എന്താ ഇത്? അയ്യോ, ഓടി വരണേ. ഇവിടെ എല്ലാത്തിനും ഭ്രാന്ത.